മക്കൾ എല്ലാവരും എടുക്കുന്ന സുഖമല്ലേ, സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് റേഞ്ചിൽ വരുന്ന ധോണി എക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ്. ധോണി പാലക്കാട് ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഒരു എക്കോ ടൂറിസം സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് കാടിനുള്ളിലൂടെ 4 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ധോണി വാട്ടർഫാൾ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല കാടിനുള്ളിലായിട്ട് ഒരു ബംഗ്ലാവ് ഉണ്ട്. പണ്ട് കാലത്ത് ഇതിനുള്ളിലെ പ്ലാന്റേഷൻസ് ഒക്കെ നോക്കി നടത്താനായിട്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു ബംഗ്ലാവാണിത്. കറൻ്റ്ലി ആ ഒരു ബംഗ്ലാവിൽ നമുക്ക് സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. ഒരു ഫാമിലിക്ക് വരിക, അച്ഛൻ അമ്മ കുട്ടി അടങ്ങുന്ന ഫാമിലിക്ക് വരിക 7000 റുപ്പീസാണ് പെർ ഡേ. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചാർജൊന്നും ഇല്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം അങ്ങനെ കാടിനുള്ളിൽ താമസിച്ച് നമുക്ക് ഈ ഒരു കാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ധോണി വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ജൂൺ ടു ഡിസംബർ വരെയാണ്. ഡിസംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രൈ സീസണൊക്കെ ആയി തുടങ്ങി, കാടും അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങാനും ഇല പൊഴിയാനൊക്കെ തുടങ്ങും. അപ്പം ഈ ഒരു സമയത്ത് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ധാരാളം കാഴ്ചകൾ കാണാൻ സാധിക്കും. ഒരുപാട് ബയോഡൈവേഴ്സിറ്റി നിറഞ്ഞ ഒരു പ്രദേശമാണ്. മൃഗങ്ങളുണ്ട്, ആന, പുലി, പിന്നെ മാന്, പലതരത്തിലുള്ള പക്ഷികൾ, പൂക്കൾ, ബട്ടർഫ്ലൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കാടാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക്, മാത്രമല്ല നടക്കാൻ താല്പര്യമുള്ളവർക്ക്, ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരിടമാണ് ഈ ഒരു ധോണി എക്കോ ടൂറിസം. സാധാരണ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 9:30 ആണെങ്കിലും ഇന്നിപ്പോൾ 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 1 മണിക്കൂർ മുന്നേ എത്തിയതുകൊണ്ട് ഗേറ്റിൻ്റെ പുറത്തിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വായിച്ചിങ്ങനെ നിൽക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ കണ്ട ഒരു കാട്ടുചെടിയാണിത്. ഇതിനെ കൈവൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. പണ്ടുള്ളവരൊക്കെ പല്ലിൻ്റെയും മോണയുടെയൊക്കെ ആരോഗ്യത്തിന് ഇതിൻ്റെ തൊലി കൂട്ടി മുറുക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ഈ കായ നമുക്ക് പലർക്കും സുപരിചിതമായിരിക്കും. ഇടംപിരി, വലംപിരി എന്നൊക്കെ പറയുന്ന കായാണിത്. കുഞ്ഞുങ്ങൾക്ക് തേനും വയമ്പൊക്കെ ഇങ്ങനെ അരച്ചു കൊടുക്കുമല്ലോ, ആ ഒരു പാക്കറ്റിൽ നമുക്കിതാ ഈ ഒരു കായ കാണാനായിട്ട് സാധിക്കും. അധികം എല്ലാവർക്കും ഈ ഒരു കായ തന്നെയായിരിക്കും പരിചയം. ചെടി പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് തൊട്ടേ ഞാൻ ഈ ഒരു ചെടി കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും കൂടി ആയിരുന്നു. കണ്ടിട്ടില്ലാത്തവരെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്താണ്. അങ്ങനെ 10:30 ആയപ്പോഴേക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ നടന്നത് ആ ഒരു ഗാർഡിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ആളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്യാം. ഒരാൾക്കുള്ള പ്രവേശന ഫീസ് വരുന്നത് 120 രൂപയാണ്. ചെറിയൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. മാത്രമല്ല നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടോ, ആധാറോ ലൈസൻസോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിക്കാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ സൈൻ ചെയ്യാനും ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് വാഷ്റൂം ഒക്കെ അവൈലബിൾ ആണ്. വെള്ളം എടുക്കണമെങ്കിൽ വെള്ളം എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം ഇനി അങ്ങോട്ട് 4 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഇത്തരം സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നടത്തം തന്നെയായിരിക്കും. ഭക്ഷണമൊന്നും കാര്യമായിട്ട് കയ്യിൽ കരുതാൻ പറ്റില്ല. സ്നാക്കിങ്ങിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെക്കാം. വെള്ളം വെക്കണം. കുട ആവശ്യമുള്ളവർക്ക് കുടയും കയ്യിൽ കരുതാം. സീസണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിൽ കുട ചൂടി നടക്കാം. അല്ലാത്ത സീസണിലാണെന്നുണ്ടെങ്കിൽ വെയിലായിരിക്കും, അപ്പോഴും കുട ചൂടി നടക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കുട കയ്യിൽ കരുതാം. അത്രയൊക്കെ വേണ്ടു. കുട്ടികളെ കൊണ്ട് നടക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കും. അവർ മടുത്തും പോകും. ഇത്രയും ദൂരം സഞ്ചരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർ ചിലപ്പോൾ പകുതി വഴിക്കൊക്കെ മടങ്ങി പോകാറുമുണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് പൂക്കളൊക്കെ കാണാം. ഇത് പട്ടത്തി പോലത്തെ ഒരു പൂവാണ്, നീല കളറ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒരുപാട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ മുല്ലപ്പൂ പോലത്തെ ഒരു പൂ, അതൊക്കെയാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. ഇത് നമ്മുടെ പാലക്കാടുള്ള വീടിൻ്റെ സൈഡിലും കാണുന്ന പൂക്കൾ തന്നെയാണ് കേട്ടോ. പക്ഷേ അതൊരു കാട്ടുപൂ തന്നെയാണ്, അതുകൊണ്ട് ഇതിവിടെ ധാരാളമായിട്ട് കാണുന്നു മാത്രം. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ മഴക്കാലമൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ധാരാളം നീർച്ചോലകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പം നടത്തം മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ ഒരു ഓഫ് സീസണിൽ വരാമെന്ന് മാത്രം. അല്ലാത്ത പക്ഷം നിങ്ങൾ സീസണിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുവാണേ. ഞാൻ അധികം നടന്നത് ആ ഒരു ഗാർഡിൻ്റെ കൂടെയാണ്. അവിടെ കിണറ്റിലേക്ക് വെള്ളം എടുക്കുന്നത് കാടിൻ്റെ ഉള്ളിലെ ഓലിയിൽ നിന്നാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ഉപ്പൻ്റെ കൂടാണെന്ന് തോന്നുന്നു, ഒരു കൂടൊക്കെ കണ്ടു. ഇടയ്ക്ക് ആന കയറി വരുന്ന വഴികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ സ്ഥിരമായിട്ട് വരുന്ന വഴികളൊക്കെ ഉണ്ടാവും. അതിൽ കൂടെ തന്നെ ആയിരിക്കും രാത്രിയാകുമ്പോൾ ഇറങ്ങി വരിക. ഇടയ്ക്ക് നല്ല ആനച്ചൂരൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ആനക്കൂട്ടം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സീസണിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവന്മാരെ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ സ്മെല്ലൊക്കെ അടിച്ച് പോകാനേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു അപ്പപ്പന്താടിയെ കിട്ടി. 90 ഉണ്ടായതുകൊണ്ട് എനിക്ക് അപ്പൂപ്പനാടി കിട്ടുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. ഞാൻ കുറച്ച് നേരം അതൊക്കെ ഊതി പറപ്പിച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞാൻ ആ യാത്ര ഫുള്ള് എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒരു പാറക്കൂട്ടമൊക്കെയുള്ള സ്ഥലത്തെത്തിയപ്പോൾ നമ്മളോട് റെസ്റ്റ് ചെയ്തു. ഒരുപാട് നടക്കാറില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എനിക്കിത്തിരി കിതപ്പും ശ്വാസം മുട്ടലും ക്ഷീണമൊക്കെ തോന്നിയായിരുന്നു. എന്നിരുന്നാലും 2 കിലോമീറ്റർ കണ്ടിന്യൂസ് ആ ഒരു ഗാർഡിനൊപ്പം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു കേട്ടോ. നല്ലതാണ്. ഇടയ്ക്കൊന്ന് നിൽക്കുമ്പോഴാണ് എനിക്കിത്തിരി കുറച്ചും കൂടി നടക്കാനുള്ള എനർജി കിട്ടുന്നത് കേട്ടോ. കണ്ടിന്യൂസ് നടക്കുമ്പോൾ 2 കിലോമീറ്റർ കണ്ടിന്യൂസ് നടന്നു. ഇങ്ങനെ ഞാൻ ഇത്തിരി ക്ഷീണിച്ചു തുടങ്ങി. നന്നായി വിയർക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഡീഹൈഡ്രേഷനൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ പടം വിട്ട് ഞാൻ തീർന്നെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിതൊരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം ഗട്ട്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യം.
കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം ആരോഗ്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരുപാടൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് പനിയൊക്കെ വരാറുണ്ട്. ഞാൻ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നിരുന്നാലും നമുക്ക് ആ 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും ഇനി കുറച്ച് നേരത്തേക്ക് നീ നടക്കുകയാണ് എന്നുള്ളത്. അപ്പം ആ ഒരു ഫീലിംഗ് ബോഡിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് വെള്ളം മാത്രം കുടിച്ചാൽ മതിയെന്നായി. പിന്നെ ക്ഷീണമില്ലാതെ നടക്കാൻ പറ്റി കേട്ടോ. വഴിയുടെ എല്ലാ ഭാഗവും വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ഒന്നും അല്ല. എക്സാക്ട് ട്രക്കിംഗ് തന്നെയാണ്. ഇടയ്ക്ക് സിമെന്റ് ഇട്ട വഴികളൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം കല്ലും കൂട്ടങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞ് ഈ ഒരു വഴിയൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഏതിൻ്റെ മണ്ടയിലേക്ക് ചവിട്ടണമെന്ന് അറിയത്തില്ല. വൈപ്പറൊക്കെ ഉള്ള ഏരിയാസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പാമ്പിൻ്റെ മേലെ ചവിട്ടിയെന്ന് അല്ലെങ്കിൽ കാല് സ്ലിപ്പായി പോകാനുള്ള സാധ്യതകൾ വളരെ അധികം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മൾ നടക്കാനായിട്ട്. കുട്ടികളെ കൊണ്ട് വരിക എന്നുള്ളത് പ്രയാസകരം തന്നെയാണ്. എന്നാലും ചില കുട്ടികളൊക്കെ നടന്ന് എത്തുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മളിതാ വാട്ടർഫാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു തണുപ്പും തണലൊക്കെ തന്നെയാണ്. എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ജലദോഷം പിടിച്ചു കേട്ടോ. ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ഇവിടെ നല്ല കാറ്റാണ്, ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റാണ്. അപ്പം നന്നായിട്ട് വേർക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഈ കാറ്റടിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര തണുപ്പാണ്. അപ്പം വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുട ചൂടാനൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജലദോഷം പിടിച്ചു. ഞാൻ ടവൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വാട്ടർഫാൾ വരെയും ഞാൻ ജലദോഷം മൂക്ക് ചീറ്റിയാണ് നടന്നിരുന്നത്. കാട്ടിലെത്തിയപ്പോഴും കൊതുകുണ്ടായിരുന്നു. നാട്ടിലൊക്കെ കൊതുകിനൊന്നും ക്ഷാമമൊന്നുമില്ല. വാട്ടർഫാളിൽ വെള്ളം കുറവാണ്, എന്നിരുന്നാലും അതിന് അതിൻ്റെതായൊരു ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഒരു കാറ്റങ്ങോട്ട് വീശിട്ടോ. അപ്പം മഞ്ഞയും ബ്രൗൺ കളറിലുള്ള ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു ആ വെള്ളത്തിലേക്ക് വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇവിടെ ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല, പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് ഏരിയാസ് വരെ ഇറങ്ങിക്കോളാൻ ഗാർഡ് നമുക്ക് അനുവാദം തന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് തണുപ്പ്. അത് എല്ലാ കാട്ടരുവികളുടെയും പ്രത്യേകതയാണ്. ആ ഒരു പാറയിലൊക്കെ ഉരസി വരുന്നത് കൊണ്ട് ആ ഒരു തണുപ്പ് നല്ല നമുക്ക് ഫീൽ ചെയ്യും. കുടിക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞെങ്കിലും അധികം ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ കുടിക്കാനൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ നമ്മുടെ ചോലപ്പൊന്തച്ചുറ്റിനെ കാണാൻ പറ്റിയിട്ടോ. ഇത് നമ്മൾ കാട്ടിൽ വന്നാൽ മാത്രമേ ഈ ഒരു ബട്ടർഫ്ലൈനെ കാണാൻ പറ്റത്തുള്ളൂ. നാട്ടിലും ഇതുപോലുള്ളതുണ്ട്, പക്ഷേ അത് സാധാ പൊന്തച്ചുറ്റൻ. അങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈനെ കണ്ടു. എനിക്ക് ഭയങ്കര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടത്തിനോട് എത്തുമ്പോഴേക്കും ബട്ടർഫ്ലൈ നിറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. കാട്ടിലുള്ളതും നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഒരു ഏരിയ ആണ് അവിടെ. വെള്ളച്ചാട്ടത്തിലരികെ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചകളിൽ അതിമനോഹരമായിരുന്നു. ഒരു കാറ്റ് വീശിയപ്പോൾ മരങ്ങളുടെ പഴുത്ത ഇലകൾ, മഞ്ഞയും ബ്രൗൺ നിറത്തിലുള്ള ഇലകൾ കറങ്ങി തിരിഞ്ഞ് ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന ഒരു കാഴ്ച. അതിനെ എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയത്തില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. വെള്ളച്ചാട്ടത്തിന് ചുറ്റും നമുക്കൊരു സർപ്പക്കാവിൻ്റെ ഫീലൊക്കെ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ധാരാളം വള്ളിപ്പടർപ്പുകളും വേരുകളും മരങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇലകൾ. മഴക്കാലം അല്ലാത്തത് കൊണ്ടും അത്യാവശ്യം സേഫായിട്ടുള്ള സ്ഥലം വരെ ഇറങ്ങാനുള്ള അനുമതി നമുക്കുണ്ടായിരുന്നു. മഴക്കാലത്ത് ഒട്ടും ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. വെള്ളം കുറവാണെങ്കിൽ പോലും കാടിൻ്റെ ആ ഒരു വശ്യതയും ഭംഗിയും ഒക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും നല്ല കാഴ്ചകളായിരുന്നു. ഇടയ്ക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ പറക്കുന്നുണ്ട്, ഇടയ്ക്ക് കിളികൾ വരുന്നുണ്ട്. അതിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചില ശബ്ദങ്ങളൊക്കെ പറ്റുന്നുണ്ടെങ്കിലും എല്ലാതും ഒന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഇവിടെ മാത്രം കണ്ടുവരുന്ന സ്പീഷീസുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ശബ്ദം നമ്മളെപ്പോഴും കേൾക്കുന്നതല്ലല്ലോ. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഒറ്റയ്ക്കാണ് നടന്നിരുന്നെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയുന്ന തമാശയൊക്കെ ഇട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ. അധികം തമിഴ് സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ തമാശകളും വർത്തമാനങ്ങളൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ കേട്ട വർത്തമാനങ്ങൾ കേട്ടോ. നമുക്ക് കാത് പൊത്തി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനത് ഒരുപാട് ചിരിച്ചു. അവരെ നോക്കി ചിരിച്ചിരുന്നു, അവർ തിരിച്ച് ചിരിക്കുക. അങ്ങനെ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, കാഴ്ചകളൊക്കെ കാണുക, വീഡിയോ എടുക്കുക. എനിക്ക് ബട്ടർഫ്ലൈസിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൂപ്പൻ താടി കെട്ടിയപ്പോൾ ഞാനത് ഊതി പറഞ്ഞ് കളിച്ചിരുന്നു. മറ്റുള്ളവരെ എന്ത് കരുതുമെന്ന് ചിന്തിക്കാതെ നടന്നതുകൊണ്ടാണ് എനിക്ക് ഇതിനൊക്കെ സാധിച്ചത്. അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സന്തോഷങ്ങളെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു യാത്രയിലൂടെ അനുഭവിക്കാനും അതിനോട് പ്രതികരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. എന്നിരുന്നാലേ നമുക്ക് ഈ ഒരു യാത്ര കൊണ്ട് കാര്യമുള്ളൂ. എന്ന് കരുതി ഒരുമിച്ച് യാത്ര ചെയ്താൽ ഈ സന്തോഷങ്ങളൊന്നും ഇല്ലാണ്ടാവുന്നല്ല കേട്ടോ. ഒരുമിച്ച് യാത്ര ചെയ്താൽ കിട്ടുന്നത് വേറൊരു തരത്തിലുള്ള സന്തോഷമാണ്. നമുക്കൊരു കമ്പാനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരേ വേവ് ലെങ്ത് ഒക്കെ ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു എന്താ വൈബ് ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വരാം. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു ഞണ്ടിനെ കണ്ടു കേട്ടോ. ഒരു പർപ്പിൾ കളർ പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനെ തിരിച്ച് വീണ്ടും ആക്ച്വലി വെള്ളത്തിലേക്കല്ല പോയി വീണത്, ഒരു പയ്യൻ്റെ മേത്തേക്കാണ്. ഞങ്ങൾ എല്ലാവരെയും ചിരിപ്പിച്ച ഒരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം. മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കണം.
എന്നാലല്ലേ ഈ യാത്ര കൊണ്ടൊക്കെ കാര്യമുള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കരുതി ബലം പിടിച്ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടബോധം തോന്നും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി വിടുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് വഴിതെറ്റി വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ കമ്പനിയാണ് കേട്ടോ. എന്തായിരുന്നു എൻ്റെ പേര്? അതുൽ. ആ അതുൽ. ഹായ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി വഴിതെറ്റി, വളരെ പ്ലാൻ ചെയ്ത് വഴിതെറ്റി വന്നിട്ടുണ്ട്. ബോർഡൊക്കെ നോക്കി. നല്ല ഭംഗിയില്ലേ, ഒരു രക്ഷയില്ല. മറ്റൊരു ഒന്ന് നമ്മളെ ഓടിക്കും. വഴി തെറ്റിയത് നന്നായില്ലേ, കാണാൻ പറ്റും. അതിന് അവർക്ക് ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു. ഇവിടെയാണെങ്കിൽ സേഫ് ആണല്ലോ അല്ലേ? എന്തായാലും അവർക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ. അതെ, കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ. ഇതുപോലെ അവരുടെ ഉദ്ദേശം മുകളിലേക്ക് ആയതുകൊണ്ടാണ് അവർ ഡിഗ്രി. നല്ല രസമുണ്ടേ. കുറേ മീനുകളൊക്കെ ഉണ്ടടാ. മറ്റേ ഇത് വലിയതാട്ടോ. നമ്മുടെ എന്താ നിങ്ങളെന്താ പറയുക, കല്ലേലൊട്ടി കല്ലേമുട്ടി എന്നൊക്കെ പറയുന്ന മീനില്ലേ? അതിന്റെ പേര് ഇഷ്ടം പോലെ ഉണ്ട് വലിയത്. അതേ ആ പാറയിലൊട്ടിയിരിക്കുന്നത്, പാറയിലൊട്ടി നമ്മുടെ കാലയിലൊക്കെ വന്നിങ്ങനെ ഈ പെഡിക്യൂർ ചെയ്യുന്ന ഒരു മീനില്ലേ, ആ മീന്. ഇതേ നടക്കണത് വലുതേ, ഇതേ കണ്ടോ ഒരു മുട്ടൻ. അമ്മമാര് അതിങ്ങനെ കല്ലിലൊട്ടി ഒട്ടി ഇങ്ങനെ ഇരിക്കും. നമ്മുടെ സക്കർ തന്നെ. ഒരു തരം സക്കർ. ഞങ്ങൾ കല്ലേലൊട്ടി കല്ലേമുട്ടി എന്നൊക്കെ. അല്ല, ഈ നെറ്റിയിലെ പൊട്ടുള്ള മീനൊരു പേര് പറയും. ഞങ്ങൾ നെറ്റിയപ്പോട്ടെ. തൃപ്പൂണിത്തുറയിലുള്ള അതുൽ ടെക്നോ പാർക്കിൽ അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം എനിക്കും ഒരു നല്ലൊരു കമ്പനി ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് 4 കിലോമീറ്റർ കവർ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് 1 അവർ കാല് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്കോ ടൂറിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. മുമ്പ് ഇവിടെ 2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടം എന്നുള്ളത് കാണുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുമായിരുന്നു. പിന്നീട് അതൊരു വാശിയായിട്ട് മാറി കേട്ടോ. പലപ്പോഴും എന്നെ കളിയാക്കും, നീ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയി കണ്ടില്ലല്ലോ എന്ന്. പിന്നീട് ലേറ്റർ ഓൺ അതൊരു ആവശ്യമായിട്ട് മാറുമായിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ താങ്ങി നിർത്താനായിട്ട് എല്ലാവരും ചുറ്റിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മളൊരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നേക്കും. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്കൊരു എന്താ പറയുക, നമ്മളെന്ന് സ്ട്രോങ് ആക്കാനും ഇതുപോലുള്ള യാത്രകളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യേ. അപ്പോൾ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി സ്വപ്നം കാണുന്നവർക്ക് എൻ്റെ ഒരു കുഞ്ഞു സോളോ ട്രക്കിംഗ് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.